എന്തുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാം വ്യാപിച്ചത്? കൂട്ടം കൂട്ടമായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതെന്തുകൊണ്ടാണ്? വർണ്ണവിവേചനങ്ങളിൽ അടിച്ചമർത്തപ്പെടുന്ന പീഡിതരായ ആളുകളാണ് ദളിത് കുടുംബങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നതിൻ്റെ നിരവധി ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം. 1936 മലയാളത്തിൽ വളരെ പ്രസിദ്ധമായൊരു പുസ്തകം പുറത്തിറങ്ങി. അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്നതായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. ആ കാലഘട്ടത്തിൽ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കും നവോത്ഥാന പ്രവർത്തനങ്ങളുടെയൊക്കെ മുന്നിൽ നടന്നിരുന്ന ഒരു സംഘം എഴുത്തുകാരാണ് ആ പുസ്തകം രചിച്ചത്. 1964 മാൽക്കം എക്സ് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് അദ്ദേഹം ഹജ്ജ് നിർവഹിച്ച് അമേരിക്കയിലേക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. അദ്ദേഹം അവിടെ ഹജ്ജിൽ കണ്ട വർണ്ണവിവേചനമില്ലാത്ത സുന്ദരമായ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന് ഹജ്ജ് നിർവഹിക്കുന്ന മനോഹരമായ ഒരു ചിത്രത്തെ വിശദീകരിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്നു? ഈ വംശീയതയുടെ ആളുകൾ, ഈ അതിദേശീയതയുടെ ആളുകൾ, ഈ വർണ്ണവെറിയുടെ ആളുകൾ, അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ അവർ അവതരിപ്പിച്ചതുപോലെ സാമ്പത്തികമായ ലഹരിയുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റുകളുടെ പല അജണ്ടകൾക്കും ഇസ്ലാം വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കിയെടുക്കാൻ അവർ പരമാവധി പരിശ്രമിക്കുന്നത് പോലെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ മനോഹരമായ മനുഷ്യരെ ഒന്നായി കാണുന്ന ഈ മാനവിക കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത മനസ്സിൽ വർണ്ണവിവേചനത്തിൻ്റെയും വംശവെറിയുടെയും വിഷം നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമോഫോബിയയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.